ലീഗ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഇക്ബാൽ ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിശദീകരണമാണ് നേരത്തെ നമ്മൾ കേൾക്കുകയും ചെയ്തത്. ശ്രീ ഇക്ബാൽ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. PV അൻവർ കഴിഞ്ഞ ദിവസം ഒരു നെക്സസിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ നെക്സസിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്നത്. ലീഗ് KM ഷാജിയുടെ ഒരു പരിപാടി അവിടെ സംഘടിപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് പിന്നാക്കം പോയിരിക്കുന്നു. അതാണ് നെക്സസിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഈ രീതിയിലാണ് സൈബർ ഇടങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു, അത് പിന്നീട് പിൻവലിക്കപ്പെട്ടു എന്ന ആരോപണം ഉന്നയിച്ചുള്ള പോസ്റ്റുകളുടെ ഒരു പൊതുസ്വഭാവം എന്ന് പറയുന്നത്. അങ്ങയുടെ വിശദീകരണം ഞാൻ ദീർഘമായി കേൾക്കുകയുണ്ടായി. അത് ഔദ്യോഗികമായ ഒരു പരിപാടി പ്രഖ്യാപനമോ പോസ്റ്റർ നിർമ്മാണമോ അല്ല എന്നുള്ളത് അങ്ങ് പറയുന്നത് വ്യക്തവുമാണ്. പിന്നെ ഈ ആരോപണങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിലടക്കം ലീഗ് അണികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനം എന്താണ് ശ്രീ ഇക്ബാൽ? ഇവിടെ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഒരു നെക്സസ് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾക്ക് യാതൊരു അടിസ്ഥാനപരമായിട്ടൊരു വിവരവും നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഇന്ന് ഈ KM ഷാജിയുടെ പ്രോഗ്രാം വെക്കുകയും അത് ക്യാൻസൽ ചെയ്യുകയും അതിന് നേതൃത്വം അനുമതി നിഷേധിക്കുകയും ചെയ്തു എന്ന് പറയുന്ന വിധത്തിലുള്ള പ്രചാര പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഇത് നെക്സസിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളെ പോലെയുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തകർ മനസ്സിലാക്കുന്നത് ഈ നെക്സസ് എന്നത് അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ് എന്നതാണ്. നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നടത്താൻ തീരുമാനിക്കുകയോ അതിന് മേൽ കമ്മിറ്റിയുടെ അനുവാദം ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അത് മാത്രവുമല്ല, ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് സംഘടിപ്പിക്കുന്നതിന് മുസ്ലിം ലീഗിന്റെ കീഴ്വഴക്കം അനുസരിച്ച് ജില്ലാ കമ്മിറ്റിയുടെയോ സംസ്ഥാന കമ്മിറ്റിയുടെയോ അനുമതി വാങ്ങേണ്ട ഒരു പ്രശ്നം തന്നെ ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോ KM ഷാജി മിണ്ടാതിരിക്കുന്ന ഒരു മനുഷ്യനല്ല. അദ്ദേഹം ഔദ്യോഗിക പ്രതികരണത്തിന് ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പറയാമല്ലോ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഒറ്റ വരി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ ഇതെല്ലാം അസാധുവാകും. അങ്ങനെ മിണ്ടാതിരിക്കേണ്ട കാരണം എന്താണ്? KM ഷാജി എടുത്ത ഒരു സമീപനത്തെ കുറിച്ച് മറുപടി പറയാൻ ഞാൻ ആളല്ല എന്ന് നിങ്ങൾക്കും അറിയാം. ഞാൻ നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഒരു പ്രസിഡന്റ് എന്നുള്ള ചെറിയൊരു എളിയ പ്രവർത്തകൻ മാത്രമാണ്. KM ഷാജി സാഹിബോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളോ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മറുപടി പറയേണ്ടത് അവരാണ്. എന്നെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണല്ലോ ഈ പോസ്റ്ററുകളൊക്കെ ഉണ്ടായത്. അങ്ങ് അത് വ്യാജ പോസ്റ്ററുകളാണെന്ന് പറയുന്നു. ഞാൻ ആ തുടക്കത്തിൽ ആ പോസ്റ്റ് കണ്ടപ്പോൾ അതിൽ 2 സമയമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിതിൽ അജണ്ടയൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണെങ്കിലും ഈ പോസ്റ്ററുകൾ വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആരോപണം നിങ്ങൾക്കെതിരെ മാത്രമല്ലോ, ലീഗിന്റെ പൊതു രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ മറുപടി പറയാനുള്ള ബാധ്യത ശ്രീ KM ഷാജിക്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലക്ക് എന്റെ ബാധ്യത ഈ പോസ്റ്റർ, ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ, വ്യാജ നിർമ്മിതി നടത്തിയ ഒരു പോസ്റ്റർ സമൂഹ മാധ്യമത്തിൽ കാണുകയും ശ്രദ്ധയിൽപ്പെടുകയും ചെയ്ത ആദ്യ സമയം തന്നെ നിങ്ങളിപ്പോ കേട്ടിട്ടുള്ള ആ ഒരു വോയിസ് അത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രവർത്തകർ പ്രചരിപ്പിക്കുന്ന രൂപത്തിൽ, പ്രചരിപ്പിക്കേണ്ട വിധത്തിൽ ഞാൻ നൽകിയതാണ്. അത് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എന്റെ ഒരു ബാധ്യതയായി മനസ്സിലാക്കി ഞങ്ങൾ തീരുമാനിക്കാത്ത ഒരു കാര്യം പാർട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന വൃഥാശ്രമങ്ങളെ തള്ളിപ്പറയാനുള്ള എന്റെ ബാധ്യതയാണ് നിർവഹിച്ചത്. മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട ആളുകൾ ആണ് മറുപടി പറയേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ ഇക്ബാൽ. വളരെ ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു പരിപാടി അവിടുത്തെ ലീഗ് മണ്ഡലം കമ്മിറ്റി അവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഔദ്യോഗികമായി പറയുന്നു. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് വെക്കാനില്ല എന്ന് പറയുന്നു. ഇതിൽ മറുപടി പറയേണ്ട ഒരാൾ KM ഷാജിയാണ്. അദ്ദേഹം ഔദ്യോഗിക പ്രതികരണത്തിന് മുതിരുന്നും ഇല്ല എന്നുള്ളതാണ്.